നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് വിരാട് കോഹ്ലിയെപ്പോലെ ഒരാൾ തന്റെ കരിയറും ജീവിതവും മൊത്തത്തിൽ മാറ്റിമറിച്ചതെന്ന്? ഇന്ന് നമ്മൾ അതിനു പിന്നിലെ ആ ഒരു ശാസ്ത്രീയമായ രീതിയെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് കോഹ്ലിക്ക് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഓക്കെ, ഓരോ ദിവസവും ഏതാണ്ട് ഒരുപോലെയാണെന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ ആദ്യ ഭാഗത്ത് നമ്മളിൽ പലരും അറിയാതെ തന്നെ ജീവിക്കുന്ന ഒരു ഓട്ടോ പൈലറ്റ് ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ശരിക്കും ജീവിതം നയിക്കുകയാണോ അതോ വെറുമൊരു യാത്രികൻ മാത്രമാണോ? ഒരു നിമിഷം നിങ്ങളുടെ ആ ഒരു ദിനചര്യയെക്കുറിച്ചൊന്ന് ഓർത്തുനോക്കൂ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും ശരിക്കും ആലോചിക്കാതെ തന്നെ അങ്ങ് സംഭവിച്ചു പോവുകയാണോ? ഈയൊരു ആവർത്തനം നിങ്ങൾക്ക് നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നുണ്ടോ? നമ്മുടെ ദിവസങ്ങളുടെ ഭൂരിഭാഗവും ഒരു തരം കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെയാണ് ഓടുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലപ്പോഴും എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഏത് വഴിയിലൂടെയാണെന്നോ ഓർമ്മ പോലും ഉണ്ടാവില്ല, അല്ലേ? കാരണം അവിടെ നമ്മൾ ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. എല്ലാം യാന്ത്രികമായി അങ്ങ് സംഭവിക്കുകയാണ്. ലോകോത്തര കായിക താരങ്ങൾ പോലും ചില സമയങ്ങളിൽ ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ കുടുങ്ങിപ്പോകാറുണ്ട്. അപ്പോ എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ഈ ശീലങ്ങളുടെ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം ബുദ്ധിമുട്ട്? അപ്പോൾ നമ്മൾ ഓട്ടോ പൈലറ്റിലാണെന്ന് മനസ്സിലായി. പക്ഷെ എന്തുകൊണ്ടാണിങ്ങനെ? ഇതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ഘടനയിലാണ്. യഥാർത്ഥത്തിൽ ആരാണ് നമ്മുടെ 95% തീരുമാനങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഒരു ഞെട്ടിക്കുന്ന കാര്യമെന്തെന്നാൽ, നമ്മൾ മുതിർന്നവരാകുമ്പോഴേക്കും നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു വലിയ ഭാഗം അടിസ്ഥാനപരമായി ഒരു ഉപബോധ മനസ്സിന്റെ പ്രോഗ്രാമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മുടെ തീരുമാനങ്ങൾ പലതും നമ്മളല്ല, ഈ പ്രോഗ്രാമാണ് എടുക്കുന്നത്. ഇതിന്റെ ആ ഒരു വ്യാപ്തിയാണ് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങൾ ആരാണെന്നതിന്റെ 95% നിയന്ത്രിക്കുന്നത് ഈ ഉപബോധ മനസ്സിന്റെ പ്രോഗ്രാമാണ്. വെറും 5% മാത്രമാണ് നിങ്ങളുടെ ബോധപൂർവമായ നിയന്ത്രണത്തിലുള്ളത്. ഇത് ആ പ്രശ്നത്തെ വളരെ വ്യക്തമായി വരച്ചുകാട്ടുന്നുണ്ട്. നിങ്ങളുടെ ബോധമനസ്സ്, അതായത് എനിക്ക് ആരോഗ്യവാനാകണം, എനിക്ക് കൂടുതൽ കഠിനാധ്വാനം ചെയ്യണം എന്നൊക്കെ പറയുന്ന ആ 5% മറ്റേ 95%മായി പോരാടാൻ ശ്രമിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ തിങ്കളാഴ്ച മുതൽ തുടങ്ങാം എന്ന് നമ്മൾ സ്വയം പറയുന്നത് പലപ്പോഴും നടക്കാതെ പോകുന്നത്. കാരണം നിങ്ങൾ 5% ഉപയോഗിച്ച് 95%-നോട് പോരാടുകയാണ്. ഈ യുദ്ധത്തിൽ ജയിക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും മറ്റൊരു തന്ത്രം ആവശ്യമാണ്. അപ്പോൾ എന്താണ് പരിഹാരം? ഉപബോധ മനസ്സുമായി യുദ്ധം ചെയ്യുന്നതിന് പകരം അതിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ലെങ്കിൽ കളിയുടെ നിയമങ്ങൾ മാറ്റിയെഴുതണം, അല്ലേ? അതുപോലെ നിങ്ങളുടെ മനസ്സിന്റെ കോഡ് മാറ്റിയെഴുതാനുള്ള സമയമാണിത്. ഇവിടെയാണ് ആ ഒരു വലിയ മാറ്റം വരുന്നത്. നമ്മുടെ ശക്തമായ ഉപബോധ മനസ്സുമായി പോരാടുന്നതിനു പകരം അതിനെ നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ കണ്ട് അതിന്റെ കോഡ് ഉള്ളിൽ നിന്ന് മാറ്റിയെഴുതാൻ നമ്മൾ പഠിക്കുന്നു. അതാണ് യഥാർത്ഥ ശക്തി. വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഈ റീപ്രോഗ്രാമിംഗ് ആരംഭിച്ചത് വളരെ ശക്തമായ ഒരു വൈകാരിക നിമിഷത്തോടെയാണ്. കണ്ണാടിയിൽ നോക്കിയപ്പോൾ തനിക്ക് മാറണമെന്ന് വെറുതെ ചിന്തിക്കുക മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആഴത്തിൽ അനുഭവപ്പെടുകയും ചെയ്തു. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ തലച്ചോറിന് ചിന്തകൾ മനസ്സിലാകും, പക്ഷേ നിങ്ങളുടെ ശരീരത്തിന് വികാരങ്ങൾ മാത്രമേ മനസ്സിലാകൂ. മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശരീരം പ്രവർത്തിക്കണമെങ്കിൽ ഈ ചിന്തയും വികാരവും ഒരുമിച്ച് വരണം. ഈ റീപ്രോഗ്രാമിംഗ് പ്രക്രിയയെ നമുക്ക് വളരെ ലളിതമായ 3 ഘട്ടങ്ങളുള്ള ഒരു വലയമായിട്ട് കാണാം. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് ശീലവും മാറ്റാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതി ബോധപൂർവം മാറ്റുക എന്നതാണ്. നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് പതിയെ വിശ്വസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിനു പകരം ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞു തുടങ്ങുന്നു. പക്ഷേ വെറുതെ പറഞ്ഞാൽ മാത്രം മതിയോ? പോരാ. നിങ്ങളുടെ ഉപബോധ മനസ്സിന് തെളിവുകൾ വേണം. അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ഈ പുതിയ വിശ്വാസം സ്വയം തെളിയിച്ചു കാണിക്കണം. നിങ്ങളുടെ പുതിയ സ്വയം സംസാരവുമായി യോജിക്കുന്ന വളരെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. ഈ ചെറിയ ചെറിയ വിജയങ്ങൾ ഒരു ഇന്ധനം പോലെ പ്രവർത്തിക്കുകയും നിങ്ങളുടെ പുതിയ വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും.
തന്റെ പുതിയ ശീലങ്ങൾ ഫലം കാണുന്നു എന്നതിന് കോഹ്ലിക്ക് ഓരോ ദിവസവും തെളിവുകൾ ലഭിച്ചപ്പോൾ അത് വളരെ ശക്തമായ ഒരു ഫീഡ്ബാക്ക് ലൂപ്പുണ്ടാക്കി. അതോടെ ആ പുതിയ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോ ഇതുവരെ നമ്മൾ പ്രശ്നം എന്താണെന്ന് കണ്ടു. ആ 95% ഓട്ടോ പൈലറ്റ് അതിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള വഴിയും പഠിച്ചു. ഇനി ഈ അധികാരം എങ്ങനെ നിങ്ങളുടെ കയ്യിലെടുക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ ആദ്യത്തെ കൽപ്പന എന്തായിരിക്കണം? അപ്പോ ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം നിങ്ങൾ നിസ്സഹായരല്ല എന്നതാണ്. നിങ്ങളുടെ മനസ്സിന്റെ സോഴ്സ് കോഡിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്കായി ഒരു പുതിയ യാഥാർത്ഥ്യം എഴുതാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഞാൻ ഈയൊരു ചിന്തയോടെ നിർത്തുകയാണ്. ഈ വലിയ മാറ്റം ആരംഭിക്കുന്നത് ഒരു പുതിയ കോഡിന്റെ ഒരൊറ്റ വരിയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളുടേതെന്തായിരിക്കും?